ഒരു വെറും ചാട്ടത്തിലുപരി ഞാൻ പറഞ്ഞതുപോലെ ഒരു ജനറേഷൻ ആകെ ഒന്ന് ഉയർന്നു വരാനുള്ള, മാനസികമായി ഉയർന്ന ശരീരം അനുസരിച്ച് പ്രതികരിക്കും. അതിനുള്ളൊരു വല്ലാതെ സപ്പോർട്ടായിരുന്നു. പെൻഷൻ ആവാറായില്ലേ? 5 മാസമേ ഉള്ളൂ. 5 മാസം കഴിയും പെൻഷൻ ആകുമ്പോഴാണ്. അപ്പൊ അതൊന്നും ഒരു വിഷയമല്ല. ഈ മാസ്റ്റേഴ്സിൽ കൂടെ വരുന്നവരെല്ലാം ഏകദേശം ഇതേങ്കിലും ഏജ് ഗ്രൂപ്പിലുള്ളവരാണല്ലോ. അതെ അതെ, നമ്മൾ കുട്ടികളെല്ലാം മത്സരിക്കാൻ പോകുന്നു. അതെ അതെ. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, നമുക്ക് പറ്റൂലല്ലോ. അത് ദൈവത്തിനൊക്കെ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ 4ാം ക്ലാസ്സിൽ നിന്ന് തൊട്ടേ ചെയ്യുമായിരുന്നു. അവിടുന്ന് ലൂക്കാസ് സാർ എന്ന് പറഞ്ഞ എൻ്റെ കായികാധ്യാപകൻ എന്നെ ഇങ്ങനെ ഇതിൽ സ്പോർട്സിലൊക്കെ കൂട്ടി. അപ്പോൾ ജില്ലാതലത്തിലൊക്കെ പോയി മത്സരിച്ചു. പിന്നെ എന്നെ സ്പോർട്സ് സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്ന സാറ്. ഈ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചിന്ത വന്നു. പിന്നെ ഒരു ട്രയൽ ഒരു പ്രാവശ്യം ചെയ്തു നോക്കി, ഒരെണ്ണം. അപ്പം പിന്നെ എനിക്ക് കോൺഫിഡൻസ് ആയി ചെയ്യാൻ പറ്റുമെന്ന്. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് മാനന്തവാടിയിലാണ്. മാനന്തവാടി ദ്വാരക UP സ്കൂളിൽ. ഇവിടെ ഒരു അത്ലറ്റിനെ കാണാൻ വന്നതാണ്. സാധാരണയല്ല, ഒരു ഗോൾഡ് വിന്നറെ. അതുമല്ല പ്രത്യേകത, തിരുവസ്ത്രമണിഞ്ഞ് റിട്ടയർമെൻറ്റിന് 5 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഹെഡിൽസിൽ സ്വർണം നേടിയ സിസ്റ്റർ സബീന. നമസ്കാരം സിസ്റ്റർ. ഒരു സുപ്രഭാതത്തിൽ കേരളം വളരെ അത്ഭുതകരമായ ഒരു കാഴ്ച കാണും. തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് ഒരാൾ ഹെഡിൽസ് ചാടിക്കിടക്കുന്നു, അല്ലേ? ഗോൾഡ് മെഡലിലേക്ക് എത്തുന്നു, അല്ലേ? അതെ അതെ. എന്തായിരുന്നു മീറ്റ്? അത് മാസ്റ്റേഴ്സ് മീറ്റ്, സ്റ്റേറ്റ് മീറ്റ് ആദ്യമായിട്ട് നമ്മുടെ വയനാട്ടിൽ വെച്ച് നടക്കുന്നത്. അത് സ്റ്റേറ്റ് മീറ്റ് ആയിരുന്നു. എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. എത്ര വയസ്സുള്ളവർക്കാണത്? അത് 70 വരെ ഉണ്ട്, 70 എബോവ് വരെ അങ്ങോട്ടുണ്ട്. 70 വരെ എത്താം. താഴോട്ടും ഉണ്ട്. എത്ര വയസ്സ് മുതൽ തുടങ്ങാം അതിൽ മത്സരിക്കാൻ? +35 മുതൽ 40 മുതൽ മുകളിലുള്ളവരുണ്ട്. ഓക്കെ. സിസ്റ്റർ ഏതൊക്കെയായിരുന്നു? ഞാൻ +55 എബോവ് ഉള്ളവരുടെ കൂടെ പങ്കെടുത്തത്. അതിനകത്ത് പിന്നെ ഞാൻ ആദ്യം ജാവലിനും ഹാമറും ചെയ്യാന്ന് വിചാരിച്ചു പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹഡിൽ എൻ്റെ ഈവൻ്റാണേ. അപ്പോൾ ഹഡിൽ നിരത്തി വെച്ച് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ എന്നാൽ ഹഡിൽ ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട് അതിൽ 2 ഈവൻറ്റിനെ പങ്കെടുക്കത്തുള്ളൂ. അതിലൊന്ന് വേണ്ടാന്ന് വെച്ചിട്ട് 2 പറ്റത്തുള്ളൂ. അപ്പം ഞാനത് വേണ്ടാന്ന് വെച്ചിട്ട് ജാവലിൻ വേണ്ടാന്ന് വെച്ച് ഹഡിൽ ഹാമറും ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഹഡിൽ ചെയ്തത്. എത്ര പേരുണ്ടായിരുന്നു കൂടെ മത്സരിക്കാൻ? എൻ്റെ കൂടുതൽ ഇങ്ങനെ 3 ഹഡിൽ വെച്ചാണേ. അപ്പം ടൈമാണ് നോക്കുന്നത്. ടൈം നോക്കിയിട്ട് അതിനകത്ത് സെലക്ട് ചെയ്യുന്നത്. നേരത്തെ ടീച്ചർ ഹെഡിലായിരുന്നു. ഞാൻ കണ്ണൂർ ഡിവിഷനിലാണ് പഠിച്ചത്. എങ്ങനെയാണ് സ്പോർട്സിലേക്കുള്ള വരവ്? ഞാൻ 4ാം ക്ലാസ്സിൽ നിന്ന് തൊട്ടേ ചെയ്യുമായിരുന്നു. എവിടെയായിരുന്നു അത്? ഗവൺമെൻറ് സ്കൂള് തായന്നൂർ, കാസർഗോഡ് ജില്ല. സിസ്റ്റർ കാസർഗോഡാണ് ബേസിക്കലി? അതെ അതെ അതെ. അവിടുന്ന് ലൂക്കാസ് സാർ എന്ന് പറഞ്ഞ എൻ്റെ കായികാധ്യാപകൻ എന്നെ ഇങ്ങനെ ഇതിൽ സ്പോർട്സിലൊക്കെ കൂട്ടി. അപ്പോൾ ജില്ലാതലത്തിലൊക്കെ പോയി മത്സരിച്ചു. പിന്നെ എന്നെ സ്പോർട്സ് സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്ന സാറ്. കണ്ണൂർ ഡിവിഷനിൽ. അതിനുശേഷം പാലക്കാട് മേഴ്സി, പിന്നെ ഗവൺമെൻറ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് ഈസ്റ്റ് കോഴിക്കോട്. അത് കഴിഞ്ഞിട്ടാണ് അതിനുശേഷം പിന്നെ ഞാൻ 1 വർഷം എംപ്ലോയ്മെൻറ്റ് വർക്ക് ചെയ്തു. എംപ്ലോയ്മെൻറ്റ് വർക്ക് ചെയ്തിട്ട് റിസൈൻ ചെയ്തിട്ട് ഞാൻ 93 കോൺവെൻറ്റിൽ ചേർന്നു. 93 മാനന്തവാടിയിലേക്ക് വരുന്നത്? മാനന്തവാടി കണിയാരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ആദ്യം ജോയിൻ ചെയ്തു. 93 അതെ. ഈ ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ തന്നെയാണ്. ഫിസിക്കൽ അപ്പം കോൺവെൻറ്റിൽ ചേരുമ്പോൾ നമുക്ക് അവിടുത്തെ റൂൾസൊക്കെ അപ്പോൾ വേറെ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ 4 വർഷത്തെ ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് ഞാൻ അതിനു മുമ്പ് പോരുന്നതിന് മുമ്പ് PSC എഴുതിയിരുന്നു. അപ്പോൾ PSC ഈ പോസ്റ്റൻസി കാലം എന്ന് പറഞ്ഞൊരു കാലഘട്ടമുണ്ട് ഞങ്ങൾക്ക്.
ആ കാലഘട്ടത്തിൻ്റെ സമയത്ത് എനിക്ക് PSCയിൽ റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്കിൽ വന്നായിരുന്നു. അപ്പം പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കാൻ വന്നപ്പോൾ ഞാൻ പോയില്ല. നമ്മൾ ഇങ്ങനെ സമർപ്പണം ഗവൺമെൻറ് ചേർന്നുകൊണ്ട് പിന്നെ പോയില്ല. പിന്നെ അപ്പോഴത്തെ കാലത്ത് ഞങ്ങളിങ്ങനെ PSCയിൽ പോകാറില്ല, ഇങ്ങനെ ചെയ്യാൻ. പിന്നെ അതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷമാണ് പിന്നെ ഇവിടെ കോപ്പറേറ്റീവ് ഏജൻസിയുടെ കീഴിലുള്ള സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത്. ആദ്യം ചെയ്തത് മണിമൂളി എന്ന് പറയും, മലപ്പുറം ജില്ലയിലെ ഒരു സ്കൂളാണ്. 2000 ജോയിൻ ചെയ്തു. അതിനുശേഷം ഇടയ്ക്ക് ബ്രേക്ക് വന്നു. പിന്നെ വീണ്ടും പയ്യമ്പള്ളി, CKHS കണിയ, പിന്നെ കൊട്ടിയൂർ, കബനിഗിരി, ദ്വാരക, അങ്ങനെ തരിയോടും കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് ലാസ്റ്റ്. ഇവിടെ വന്നിട്ട് ഇപ്പം 4 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഈ കുട്ടികൾക്ക് സാധാരണഗതിയിൽ തിയറീസ് പറഞ്ഞു കൊടുക്കുന്ന, അവരെ പ്രാക്ടീസ് ചെയ്യിക്കുന്ന ഒരു PT ടീച്ചറെ നമ്മൾ കാണുന്നത്. പക്ഷേ മത്സരിച്ച് ഗോൾഡും കൊണ്ട് വരുന്ന ഒരു ടീച്ചർ കുട്ടികളെ ശരിക്കും മോട്ടിവേറ്റ് ചെയ്യും, അല്ലേ? അവർക്കൊരു പ്രോത്സാഹനം ആവൂലേ? നമ്മൾ തിയറീസ് പറഞ്ഞു കൊടുക്കുന്നത് പോലെയല്ലല്ലോ, മത്സരിച്ച് ജയിച്ച് കാണിക്കുന്ന, അതും നമ്മൾ സാധാരണഗതിയിൽ പറയാവുന്ന ഈ പ്രായത്തിന്റെ അല്ലേ? പെൻഷൻ ആവാറായില്ലേ? 5 മാസമേ ഉള്ളൂ. 5 മാസം കഴിയും പെൻഷൻ ആകുമ്പോഴാണ്. അപ്പൊ അതൊന്നും ഒരു വിഷയമല്ല. സ്പോർട്സ് ഫാൻ സ്പിരിറ്റ് മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോഴും ഇനി ഭാവിയിലും ജയിക്കാം എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു ടീച്ചർ കുട്ടികൾക്ക് ശരിക്കും ഒരു മാതൃകയാണ്, അല്ലേ? ശരിക്കും പറഞ്ഞ സ്കൂൾ അഭിമാനിക്കുന്നു സിസ്റ്ററെ കുറിച്ച് ഓർത്ത്. ദ്വാരക സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു അഭിമാനമാണ് സിസ്റ്റർ ഞങ്ങൾക്ക്. അതുപോലെ തന്നെയാണ് സിസ്റ്ററിൻ്റെ നന്മകൾ. ഈ സ്കൂളിന് ഇപ്പോൾ അടുത്ത വർഷം സിസ്റ്റർ റിട്ടയർ ആവും. ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ് സിസ്റ്റർ ഈ സ്കൂളിൽ നിന്ന് പോവുക എന്ന് പറയുമ്പോൾ. ഞങ്ങൾക്കതൊരു വലിയ നഷ്ടമാണ്. കാരണം അതുപോലെയാണ് സിസ്റ്റർ കുട്ടികളെ സ്നേഹിക്കുന്നത്, അധ്യാപകരെ സ്നേഹിക്കുന്നത്. സിസ്റ്റർ ഈ സ്പോർട്സ്, സാധാരണ നമ്മൾ കാണുന്ന സ്പോർട്സ് ഫീൽഡിലുള്ള അധ്യാപകർക്ക് അല്പം സീരിയസും ദേഷ്യവും ഒക്കെ ഉണ്ട്. പക്ഷെ സിസ്റ്റർ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തയാണ്. ശാന്തമായി മക്കളുടെ കൂടെ നടക്കുക, അവരെ ചേർത്ത് പിടിക്കുക, അവരെ കൂടെ കൊണ്ടു നടക്കുക. അതിലേറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഫീൽഡ് എന്ന് പറയുന്നത് പാവപ്പെട്ട കുട്ടികളോട് കരുണ കാണിക്കുക എന്നുള്ളതാണ്. ഞാൻ പാവപ്പെട്ട എന്ന് ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ എങ്ങനെയെങ്കിലും ഈ മത്സര രംഗത്തേക്ക് കൊണ്ടുവരിക, മാറി നിൽക്കാൻ ഇടവരരുത്. അതിനുവേണ്ടി സിസ്റ്റർ എടുക്കുന്ന ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോലും പലപ്പോഴും കാര്യങ്ങൾ അറിയുന്നില്ല. സിസ്റ്റർ അത് എവിടുന്നെങ്കിലും ഒക്കെ ആരുടെയെങ്കിലും കയ്യിൽ കാരുണ്യം യാചിച്ച് ഈ സാമ്പത്തിക ഫീൽഡ്, കാരണം സ്കൂളിൽ നിന്ന് അത്ര സാമ്പത്തികം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ സിസ്റ്റർ ഒരു കുട്ടിയെയും പിന്തള്ളാതെ എല്ലാവരെയും എങ്ങനെയെങ്കിലും മത്സരത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ആകർഷിച്ച ഒരു സിസ്റ്ററിൻ്റെ നന്മ എന്നുള്ളത്. ഇവിടെ എങ്ങനെയുണ്ട് കുട്ടികൾ? ഇവിടെ റണ്ണിങ്ങിന് കഴിഞ്ഞ വർഷം സ്റ്റേറ്റിൽ പങ്കെടുത്തൊരു കുട്ടിയാണ്. ഞങ്ങൾക്ക് സബ് ജൂനിയറിലെ വരെ പങ്കെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ UPക്കിടെ അവർക്ക് സ്റ്റേറ്റ് ഇല്ല. അപ്പം അതിന് സാധ്യത കുറവാണെന്നുണ്ട്. അപ്പം ഞാൻ ഗെയിംസ് എടുത്തു. തൈക്കോണ്ട, കബഡി, പിന്നെ ഖോഖോ, പിന്നെ സെബക്കിൻ്റെ ഒരു സാറ് വരും, തൈക്കോണ്ടയുടെ ഒരു സാറ് വരും. അങ്ങനെ ഗെയിംസ് എടുത്തു. ഗെയിംസ് എടുത്തതിൽ കഴിഞ്ഞ വർഷം നാഷണലിൽ പോയി ബ്രോൺസ് മെഡൽ വന്ന ഒരു കുട്ടിയുണ്ട് ഇവിടെ, ഈ തൈക്കോണ്ടയിൽ തന്നെ അണ്ടർ 40. ഈ വർഷം സ്റ്റേറ്റിൽ 2 ബ്രോൺസ് മെഡലും കിട്ടി. ഇവിടെ ഒരു പ്രത്യേകത, ഈ ട്രെയിനർ തന്നെ മത്സരിച്ച് ജയിച്ച് കാണിക്കുകയാണ്. ജയിച്ചപ്പോൾ എന്ത് തോന്നി സിസ്റ്റർ? ജയിച്ചപ്പോഴാണ് സന്തോഷം തോന്നി. അപ്പോൾ കുറച്ചും കൂടെ കോൺഫിഡൻസ് കിട്ടി. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് എങ്ങനെ ചാടും, അങ്ങനെ ഒരു ചിന്ത വന്നു. പിന്നെ ഒരു ട്രയൽ ഒരു പ്രാവശ്യം ചെയ്തു നോക്കി.
ഒരെണ്ണം. അപ്പൊ പിന്നെ എനിക്ക് കോൺഫിഡൻസ് ആയി ചെയ്യാൻ പറ്റുമെന്ന്. ഹെഡിൽസ് ആണ്. അപ്പൊ ഈ ഡ്രസ്സ് ഒരു പ്രശ്നമാകുമെന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ മീഡിയയിൽ ഈ ന്യൂസ് കണ്ടപ്പോ ആദ്യം ശ്രദ്ധിച്ചത് ഈ ഡ്രസ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ്. കാരണം ബാക്കി ആരും അങ്ങനെയല്ലല്ലോ. ഈ ഡ്രസ്സ് വിട്ടുകൊണ്ട് ഹെഡിൽസ് എങ്ങനെ ചെയ്യും? സ്വാഭാവികമായിട്ടും ആർക്കും തോന്നാവുന്നതാണ്. ഇതിന് ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് എന്നെ വേണേലും ചെയ്യാം, അങ്ങനെ ഞാൻ വിചാരിക്കുന്നത്. ആ ഒരു ചിന്തയുണ്ട്, എന്നെ ഉയർത്തിക്കോളും തീർച്ചയായിട്ടും എന്നൊരു ചിന്തയുണ്ട്. അതെ, അത് ഒരു പവറായിട്ട് ഉള്ളിലുണ്ട്. അതെ അതെ. അല്ലാതെ നമുക്ക് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, നമുക്ക് പറ്റൂലല്ലോ. അത് ദൈവത്തിനൊക്കെ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സമർപ്പണം. അതെ, കൂട്ടത്തിൽ ഇത് വരും. ഇത് വാർഷിക മീറ്റ് ആണോ ഈ മാസ്റ്റേഴ്സ് മീറ്റ്? എല്ലാ വർഷവും ഉള്ളതാണോ? എല്ലാ വർഷവും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. ഇതിനു മുമ്പ് പല വർഷങ്ങളിൽ നടന്നു പോയിട്ടുണ്ട്. അത് പല വേറെ സ്റ്റേറ്റുകളിലൊക്കെയാണ്. അപ്പം നമ്മുടെ ഇവിടെ വന്നപ്പോൾ ഇവർ എൻ്റെ വയനാട്ടിൽ തന്നെയല്ലേ, അപ്പം നമുക്ക് ദൂരം ഒന്നും പോകണ്ടല്ലോ. ഇത് നാഷണൽ മീറ്റ് ആണോ? അല്ല, സ്റ്റേറ്റ്. കേരളത്തിലെ ഏത് ജില്ലയിലും വെച്ച് നടക്കുന്നു. അതെ അതെ. വയനാട്ടിൽ വന്നതാണോ ഈ ഇൻസ്പിറേഷൻ ആയത്? വയനാട്ടിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചെന്നാ ഒന്ന് പങ്കെടുത്തേക്കാം. ഇവിടെ മുച്ചിതിപുരം പോയാൽ പോരെ. അടുത്ത വർഷം ആകുമ്പോൾ വയനാട് അല്ലെങ്കിലും പങ്കെടുക്കാം. അടുത്ത വർഷം പ്രതീക്ഷിക്കും, സ്വാഭാവികമായും പ്രതീക്ഷിക്കും. ഇനി പോകുന്നറിയത്തില്ല. ഈ പറഞ്ഞതുപോലെ ദൈവം കൂട്ടുണ്ടെങ്കിൽ സിസ്റ്റർ മനസ്സ് പറയുന്നില്ലേ? അപ്പൊ നമ്മള് ഇനി റിട്ടയർഡ് ഒക്കെ ആകൂലേ, അപ്പൊ ഇനി ഒരു പ്രെയർ ലൈഫാണ് ഞാൻ എൻ്റെ സ്വപ്നം. ഒരു പ്രെയർ ആണല്ലോ. അല്ല, രണ്ടും കൂടി ഒരുമിച്ചായിരുന്നു നമുക്ക്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് നിർത്തിയിട്ട് ഫുൾ പ്രെയർ ലൈഫിലോട്ട് വരാമെന്ന് വിചാരിച്ചു. എല്ലാത്തിൽ നിന്നും വിട്ടിട്ട് ഇങ്ങനെ അങ്ങനെ വിചാരിക്കുന്നു. സമ്പൂർണ്ണ ആത്മീയ ജീവിതം. അതെ അല്ലേ? അപ്പോൾ ഈ സ്കൂൾ ടീച്ചർ എന്നുള്ള റിട്ടയർമെന്റിനൊപ്പം സ്പോർട്സ് പേഴ്സൺ എന്ന കാര്യത്തിൽ റിട്ടയർമെന്റ് ഉണ്ടാവും. അത് തീർച്ചയായും ഈ കായിക പ്രേമികൾ തീർത്തും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തയാണ്. പക്ഷേ ടീച്ചറുടെ സിസ്റ്ററുടെ മാനസികാവസ്ഥയും അല്ലേ താല്പര്യം അനുസരിച്ചാണ് അത് ചെയ്യേണ്ടത്. എങ്കിലും കായിക പ്രേമികൾക്ക് പൊതുവെ ഒരു നിരാശ ഉണ്ടാക്കുന്ന വാർത്തയാണ്. കാരണം പെട്ടെന്ന് ആൾക്കാർ സന്തോഷിച്ചു. മാത്രമല്ല ഇത് കുട്ടികളിൽ മാത്രമല്ല സിസ്റ്റർ, ഒരു പ്രായമായി എന്ന് കരുതി ഒതുങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നെ കൊണ്ട് ഇനി ഒന്നും കഴിയില്ല, അങ്ങനെ മെന്റലി ഒന്ന് തളർന്നു പോകുന്ന ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആയിരുന്നു ഈ കോമ്പറ്റീഷനും ഈ ജയവും. അവിടെ വനിതകളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നേ. അപ്പം അതിനകത്ത് അവരതിനകത്ത് എന്നെ മെമ്പറാക്കി. അപ്പം അതിനകത്ത് കുറേ ഇങ്ങനെ വയ്യാത്ത ചേച്ചിമാരും ഇങ്ങനെ ഇതിനെക്കുറിച്ച് അങ്ങനെ അറിയത്തില്ലാത്തവർ. അപ്പം അവർക്കൊക്കെ ഇനി സപ്പോർട്ടാകാവൂന്ന് എന്നോടിങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നോക്കാന്നൊക്കെ പറഞ്ഞു. ഇത് ഭയങ്കര ഒരു വെറും ചാട്ടത്തിലുപരി ഞാൻ പറഞ്ഞതുപോലെ ഒരു ജനറേഷൻ ആകെ ഒന്ന് ഉയർന്നു വരാനുള്ള, മാനസികമായി ഉയർന്ന ശരീരം അനുസരിച്ച് പ്രതികരിക്കും. അതിനുള്ളൊരു വല്ലാതെ സപ്പോർട്ടായിരുന്നു. പിന്നെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ശരീരവും മനസ്സിനും ഒക്കെ ഒരു ഉണർവും ഉന്മേഷവും കിട്ടും. വരും സ്വാഭാവികമായി. ചെയ്യാതിരുന്ന നമ്മൾ ചടഞ്ഞുകൂടി ഇരുന്നാൽ പിന്നെ ഇതാകുമ്പോൾ അവർക്ക് എഴുന്നേറ്റ് വരാൻ അല്ലേ, അല്ലെങ്കിൽ ആക്റ്റീവ് ആവാൻ ഉള്ളൊരു. കുറേ പേര് അതിനകത്ത് തന്നെ ഇങ്ങനെ നാഷണലിലൊക്കെ പോയി മെഡൽ മേടിച്ചവരുണ്ട് ചേച്ചിമാരൊക്കെ. പിന്നെ എല്ലാവരും തന്നെ ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആയവരുണ്ട്, ഇപ്പൊ ജോലി തുടരുന്നവരുണ്ട്. അങ്ങനെ സബീന സിസ്റ്റർ മാത്രമല്ലായിരുന്നുള്ളൂ ഈ സ്പോർട്സിന്റെ യൂണിഫോമിലല്ലാത്ത അല്ലെങ്കിൽ ആ ഡ്രസ്സിലല്ലാത്ത ഒരേ ഒരാൾ. ഞാൻ സിസ്റ്ററായിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും സ്പോർട്സിന്റെ. അപ്പോൾ അവിടെ തന്നെ ആദ്യം തന്നെ ശ്രദ്ധാകേന്ദ്രമായിട്ടുണ്ട്. ആദ്യം പിന്നെ അവര് വിചാരിച്ചു ഞാൻ കുട്ടികളെയും കൊണ്ട് വന്നതാണെന്ന് അങ്ങനെ വിചാരിച്ചു. വസ്ത്രം അങ്ങനെ ആയതുകൊണ്ട്. അവരെല്ലാം ഞെട്ടിച്ചളഞ്ഞു. അവർക്കൊക്കെ നല്ല സന്തോഷമായിക്കോട്ടോ. തിരികെ എത്തിയപ്പോൾ ഈ സ്കൂൾ അങ്ങനെ സ്വീകരിച്ചു. ഇവർക്ക് ഭയങ്കര സന്തോഷമായി. സ്കൂളിലെ HM-ഉം സ്റ്റാഫും എല്ലാം. ഞാൻ പിന്നെ ഇതിനു മുമ്പേ 2006 ഓർമ്മയില്ല, എറണാകുളത്ത് വെച്ച് ഈ സ്കൂൾ ഇപ്പം തിരുവനന്തപുരത്ത് നടക്കുന്ന പോലെ സ്കൂൾ സ്റ്റേറ്റ് ഉണ്ടായിരുന്നു എറണാകുളത്ത് വെച്ച്. അതിൽ പങ്കെടുത്തിരുന്നു. 200 ചെയ്തേ. അപ്പൊ സെക്കൻഡ് പ്രൈസാ വന്നേ. എങ്കിലും അതെ, അത് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തല്ലോ. അതെ അതെ. അപ്പോൾ
ഇത് മുൻപ് സ്കൂൾ കാലഘട്ടത്തിന് ശേഷം, അതായത് ഈ അധ്യാപന എന്ന് വിളിക്കുന്ന തൊഴിലിലേക്ക് മാറിയതിന് ശേഷം എത്ര മീറ്റിൽ പങ്കെടുത്തിട്ടുണ്ടാവും? ആകെ അന്ന് 200 പങ്കെടുത്തു. പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുത്തു. ഈ രണ്ടെണ്ണത്തിലും പങ്കെടുത്തു അത്രേ ഉള്ളൂ അല്ലേ? രണ്ടിലും പക്ഷെ വിൻ ചെയ്യാൻ പറ്റുകയും ചെയ്തു. ആ അത് മനസ്സിലായ സ്പോർട്സ് പേഴ്സൺ അങ്ങനെ തന്നെ ഉണർന്നിരിപ്പുണ്ട് അല്ലേ? പിന്നെ ഇപ്പോൾ ഏജ് ആകുമ്പോൾ നമുക്ക് അത്രേ ഇങ്ങനെ കപ്പാസിറ്റി ഇല്ല. എങ്കിലും നമ്മൾ ചെറുതൊക്കെ നോക്കി നമുക്ക് പറ്റുന്നതാണോ എന്നൊക്കെ ആദ്യം നോക്കിയിട്ട് ചെയ്യും. ഈ മാസ്റ്റേഴ്സിൽ കൂടെ വരുന്നവരെല്ലാം ഏകദേശം ഇതേ ഏജ് ഗ്രൂപ്പിലുള്ളവരാണല്ലോ. അതെ അതെ നമ്മൾ കുട്ടികളെല്ലാം മത്സരിക്കാൻ പോകുന്നു അതെ അതെ അതെ. അവര് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഈ കൂടെ മത്സരിക്കുന്നവർ ഏകദേശം ഇതേ ഫിസിക്കൽ കപ്പാസിറ്റി, എന്നാലും അവരെ സമ്മതിക്കും. ചെയ്യുന്നുണ്ടാവും. അവർ പ്രാക്ടീസ് ഉള്ളവരും ഉണ്ട് കേട്ടോ. ഉള്ളവരുണ്ട്. 70 വയസ്സ് ഒരു ജോൺ എന്ന് പറഞ്ഞൊരു ചേട്ടൻ എനിക്ക് വണ്ടറായിട്ട് തോന്നി കേട്ടോ. പാവം പത്തനംതിട്ടയാന്ന് തോന്നുന്നു. 2 ഗോൾഡ് ഉണ്ട് ചേട്ടന്. 70 വയസ്സുണ്ട്. നടക്കുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഗ്രൗണ്ടിലെത്തി കഴിയുമ്പോൾ ബോഡി മനസ്സും എല്ലാം മാറും, ജയിക്കും അല്ലേ? അവർ ഈ മാസ്റ്റേഴ്സ് മീറ്റിന് വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുന്നവരാന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഒന്ന് എൻജോയ് ചെയ്യാൻ, ഒരുമിച്ച് കൂടാനും. ഈ ഒരുമിച്ച് കൂടലൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണല്ലോ. സ്റ്റേറ്റിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഏകദേശം ഒരേ പ്രായവും, മാത്രമല്ല ഏകദേശം ഒരേ പ്രായവും ഒരേ മനസ്സും ഉള്ളവരാണ്. അതെ അതെ അതെ. സ്പോർട്സിന് വേണ്ടി സമർപ്പിച്ചവരാണ്. അപ്പോൾ ഒരേ സമയം ഏജ് ഗ്രൂപ്പാവും, മാനസികമായിട്ടൊന്നാവും. അതെ അതെ. പിന്നെ ഇവര് എല്ലായിടത്തും കണ്ട ഒരു വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ഇവരുടെ മനസ്സേ ഭയങ്കര ഇങ്ങനെ ഹാപ്പിയാ, ഭയങ്കര സന്തോഷം. പിന്നെ ഇവരിങ്ങനെ പങ്കുവയ്ക്കല്, ഇങ്ങനെ ഷെയറിങ്, ഒരു നിഷ്കളങ്ക സ്നേഹം അവിടെ ഞാൻ കണ്ടേ. എനിക്ക് ഭയങ്കര സന്തോഷം ആ ഗ്രൂപ്പിനോട് തോന്നിയത്. ഇപ്പോൾ ഉണ്ട്. ഞാൻ പറയാതെ ഞാൻ ആദ്യം ഇങ്ങനെ ഇവരെ ഞാൻ അവരുമായിട്ട് ഇങ്ങനെ കോണ്ടാക്റ്റ് ഉണ്ടാകുന്നത് ഈ മാസ്റ്റേഴ്സ് മീറ്റ് വെച്ചാൽ. അപ്പം അവരുടെ ആ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നല്ല സോഷ്യലും എല്ലാ പ്രകാരത്തിലും നല്ലതാ. അവരുടെ ഈ പ്രായത്തിന്റെ തളർച്ച ഒഴിവാക്കും. അതെ അതെ അതെ. അപ്പോൾ ഇനി ഞാനെന്താ പറയുന്നത്, കാരണം റിട്ടയർമെന്റ് ലൈഫ് ഈ ഇതിലേ കൂടി പോവുകയാണെങ്കിൽ കായിക പ്രേമികൾക്ക് വിഷമമുണ്ടാവുമെങ്കിലും ടീച്ചറുടെ മനസ്സാഗ്രഹിക്കുന്ന പോലെ ടീച്ചർ തിരുവസ്ത്രത്തിനോട് ഇല്ലേ സമ്പൂർണ്ണമായും സമർപ്പണം ചെയ്തുകൊണ്ട് മാനസികമായി അങ്ങനെ തുടരാൻ ആശംസിക്കുന്നു. എല്ലാ കാലത്തും ആരോഗ്യകരമായി ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രചോദനമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ കാര്യത്തിലും നന്നായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.